പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കല്ലങ്കൈ വരെ ആയിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം കല്ലങ്കൈക്ക് ശേഷമുള്ള കുന്നിൽ മുതൽ കുമ്പള വരെയുള്ള ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. മൊഗ്രാൽപുത്തൂർ ജംഗ്ഷൻ്റെ എതിർവശത്തെ റെയിൽവേ ട്രാക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെറിയൊരു തീ പടർന്നിരുന്നതായിട്ട് കാണാൻ സാധിക്കും. ചിലപ്പം പുല്ല് കട്ട് ചെയ്ത് തീയിടുന്നത് ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് തീയിട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോഴാണ് റെയിൽവേ ട്രാക്കിൽ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിച്ചത്. ഇത് ഒഴിവാക്കിയിട്ട റെയിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ റെയിലുണ്ടല്ലോ ഈ മാറ്റുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് JCB പാളത്തിൽ നിന്നിട്ടുണ്ട് കാണാൻ സാധിക്കും. അപ്പം അവിടെ ജോലി ചെയ്യുന്നവരായിരിക്കാം ചിലപ്പോൾ തീയിട്ടത്. അവർ ചിലപ്പോൾ അല്ലായെങ്കിൽ അവരെപ്പോഴേ വന്ന് തീ കെടുത്തുമായിരുന്നു. അപ്പം അതല്ല നമ്മളെ വിഷയം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കല്ലങ്കൈ വരെയായിരുന്നു ഈ ചാനലിൽ വീഡിയോ അവസാനം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്ലങ്കൈ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുന്നിൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊഗ്രാൽപുത്തൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പിലുള്ള കുന്നിൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ഭാഗത്തൊക്കെ നേരത്തെ ടാറിങ് വർക്കുകൾ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും ടാറിങ് വർക്കുകൾക്ക് നേരത്തെ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഈ ഡിവൈഡർ പെയിൻറ്റിങ് വർക്കുകൾ ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട്. പിന്നെ മൊഗ്രാൽപുത്തൂർ ജംഗ്ഷൻ കഴിഞ്ഞുള്ള ഭാഗത്ത് ഇപ്പോഴും പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും, അതായത് മൊഗ്രാൽപുത്തൂർ പാലത്തിൻ്റെ പഴയ പാലത്തിലേക്കുള്ള റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ പാലം നിലവിൽ അങ്ങനെ തന്നെ തുടരും. അതിപ്പോൾ ബലക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് പൊളിക്കുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും അത് ചിലപ്പോൾ കോൺട്രാക്റ്റ് പരിധിയിൽ പെടുത്തായിരിക്കും. നെക്സ്റ്റ് എപ്പോഴും പൊളിക്കായിരിക്കും. അപ്പം ഇപ്പോൾ നിലവിൽ ഈ ജംഗ്ഷൻ കഴിഞ്ഞുള്ള ഈ ഭാഗത്തൊക്കെ 3 വരി പാതയുടെയും സർവീസ് റോഡിൻ്റെയും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നിലവിൽ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ റീറ്റേൺ വാളിൻ്റെ നിർമ്മാണമൊന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല. ചിലപ്പോൾ ഈ പഴയ പാലത്തിലേക്കുള്ള റോഡ് ഇവിടുന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കാം. കാണാം, പുതിയ പാലം നേരത്തെ ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ്. 3 വരി പാലം നേരത്തെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇപ്പോൾ ഉപ്പള പാലത്തിൻ്റെ അതേ പഴയ പാലത്തിൻ്റെ അതേ ഗതിയിൽ തന്നെയാണ് ഈ പാലത്തിൻ്റെയും സ്ഥിതി ഇപ്പോൾ കാണാൻ സാധിക്കും. അതിപ്പം ഈ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞ് പിന്നീട് അതിനെ റിപ്പയർ ചെയ്ത് റീകണ്ടീഷൻ ചെയ്ത് വീണ്ടും വിലപ്പെടുത്തി 2 വരിയായിട്ട് തന്നെ ഉപയോഗിക്കും. മംഗലാപുരം ഭാഗത്തേക്ക് 2 വരിയായിട്ട് ആ പാലം തുടരുന്നതായിരിക്കും. അപ്പം ഈ പാലത്തിൻ്റെ ഈ ഭാഗത്തൊന്നും സർവീസ് റോഡ് ഉണ്ടാകുന്ന ഭാഗത്ത് സർവീസ് റോഡ് ഈ പാലത്തിൻ്റെ അടിയിലൂടെ ഈ ടേൺ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതിന് ഈ നാട്ടുകാർ കുറച്ച് ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം രണ്ട് പുതിയ പാലമാണെങ്കിൽ അടിയിൽ നല്ല സ്ഥലം ഉണ്ടാവും, പഴയ പാലങ്ങൾ സ്ഥലം ഉണ്ടാവില്ല. ഇപ്പം നിലവിൽ ഈ പാലം കഴിഞ്ഞപാട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മൊഗ്രാൽ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് GSP മെറ്റൽ കമ്പാക്ട് ചെയ്യുന്നതായ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ നടക്കുകയാണ്. ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നുണ്ട് ചില ഭാഗത്ത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മൊഗ്രാലിൽ ഒരു വീടിൻ്റെ അക്വേഷൻ ഭാഗം ഇതുണ്ടായിരുന്നു. അതിപ്പോൾ ക്ലിയർ ചെയ്തിട്ട് ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കോടതിയിലായിരുന്നു ആ വീടിൻ്റെ പ്രശ്നങ്ങൾ. അപ്പം അതൊക്കെ പരിഹരിച്ചിപ്പോൾ വീട്
കുറച്ച് ഭാഗം പൊളിച്ചിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നല്ല വേഗത്തിൽ ആ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലിപ്പോൾ ഈ ഹൈവേയിൽ ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും ഈ സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുണ്ട്. ഹൈവേൻ്റെ കാര്യത്തിൽ ഇപ്പം തെക്കിൽ ഭാഗത്തുണ്ട് കുറച്ച് സ്ഥലം ഏറ്റെടുക്കാൻ ഇപ്പോഴും നിലവിൽ ബാക്കിയുണ്ട്. പിന്നെ അത് ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത്, നേരത്തെ കുറേ മാസങ്ങളാണ് ഇത് വേണ്ടി വർക്ക് ഇതായത് പെൻഡിങ് ആയത്. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സർവീസ് റോഡിൻ്റെ വർക്ക് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർവീസ് റോഡ് ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞാൽ അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ട് ഈ മെയിൻ റോഡിൻ്റെ ബാക്കിയുള്ള വർക്ക് ആരംഭിക്കും. കുറച്ച് ഭാഗമാണ്, ഒരു 50 മീറ്ററോളം ഭാഗം റീറ്റൈൻ വാൾ നിർമ്മിച്ച് മണ്ണിട്ട് ഉയർത്തി ടാറിംഗ് പ്രവൃത്തികളാണ് നടക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നല്ലപോലെ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊഗ്രാൽ കഴിഞ്ഞ് പെറുവാട് ഭാഗത്തെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. ഈ നേരത്തെ നടക്കുന്നതിനിടയിൽ ആരോ പ്രൈവറ്റ് ഇവിടുന്ന് സ്വകാര്യ വ്യക്തികൾ അതിനെ ബ്ലോക്ക് ചെയ്തതാണ് ഇപ്പോൾ കുറച്ച് ലൈറ്റായത്. ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം ലൈറ്റാകാൻ കാരണമാണത്. പിന്നീട് പഞ്ചായത്തും മറ്റും ഇത് നിലവിലെ സാഹചര്യം പരിഹരിച്ചിട്ട് വീണ്ടും വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഈ ഭാഗത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞതാണ്, ഫൗണ്ടേഷൻ വർക്കുകൾക്ക് നേരത്തെ കഴിഞ്ഞതാണ് കാണാൻ സാധിക്കും. ഈ ഭാഗത്തെ സ്റ്റെയറിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണത് നേരത്തെ കഴിഞ്ഞതാണ്. ഇപ്പോൾ സെൻട്രൽ ഭാഗത്തെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം വാഹനങ്ങൾ ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കും സർവീസ് റോഡിലെയാണ് കടത്തി വിടുന്നുള്ളത് കാണാം. അപ്പം ഈ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം ആരംഭിച്ചാൽ പിന്നെ സർവീസ് റോഡിലായിരിക്കും വാഹനങ്ങൾ കടത്തി വിടുക. ഏകദേശം ഒരു 90% ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം പിന്നീടായിരിക്കും വാഹനങ്ങൾ ഈ മെയിൻ റോഡിലൂടെ കടത്തി വിടുക. ഈ ഭാഗത്തൊക്കെ പെറുവാട് കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ് പിന്നെ ഡിവൈഡറിലും ക്രാഷ് ബാരിയറിലൊക്കെ ഈ പെയിൻറ്റിങ്ങും പ്രവൃത്തികളൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ നിലവിൽ ഈ ഭാഗത്തൊക്കെ നടക്കേണ്ടത് നമ്മുടെ ഫുട്പാത്തിൻ്റെ വർക്കുകളാണ്. കുറച്ച് ഭാഗം ഫുട്പാത്തിലേക്കൊക്കെ ഇൻ്റർലോക്ക് വിരിച്ച് നേരത്തെ കഴിഞ്ഞതാണ്. ഈ മൊഗ്രാൽ ഭാഗത്ത് അതിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. നിലവിലിപ്പം കുമ്പള അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നിലവിൽ നല്ല വേഗത്തിൽ നടക്കുകയാണ്. നേരത്തെ മഴ കാരണം വളരെ വർക്ക് ലാഗായിട്ടാണ് തുടർന്നിരുന്നത്. പിന്നെ മഴ കഴിഞ്ഞതിന് ശേഷം പിന്നെ വർക്കുകളൊക്കെ നല്ല ഹൈ സ്പീഡിലാണ് വർക്കുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഡിസംബർ അവസാനത്തോടെ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ ഓടുമായിരുന്നു. ഡിസംബർ അവസാനത്തോടെ എനിക്ക് തോന്നുന്നില്ല ഈ ഭാഗത്ത് വർക്കുകൾ കഴിയുമെന്ന് തോന്നുന്നില്ല. ജനുവരി ഒരു പകുതിയോളം ഈ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കും. കാരണം തന്നെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കാണ് ദിവസങ്ങൾ നീളുന്നത്. ബാക്കി ഏകദേശം മണ്ണിട്ട് ഉയർത്തുന്ന പ്രവൃത്തികൾ കഴിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പം ഏകദേശം ഇന്ന് 18-ാം തീയതിയാണ് വീഡിയോ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അനുസരിച്ച് 10-15 ദിവസം ഒന്നും പോരാ. ഈ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യാൻ തന്നെ ഇത് വളരെ ലോങ്ങുള്ളൊരു അപ്രോച്ച് റോഡും കൂടിയാണ്. അപ്പോൾ ആ ഭാഗത്ത് ഫുള്ള് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യണമെങ്കിൽ അത്ര ദിവസം വേണം. പിന്നെ ഈ അണ്ടർപാസും ഈ അപ്രോച്ച് റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പ്രവൃത്തികളും നടക്കാനുണ്ട്. അപ്പം അതും വളരെ കൂടുതൽ സമയമെടുക്കും. കാണാം ഈ അണ്ടർപാസിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും
തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട്. അപ്പം ഇപ്പം അടിയിൽ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട്, കോൺക്രീറ്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ ഈ പാലവും അണ്ടർപാസും ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗവും തമ്മിൽ വീണ്ടും കോൺക്രീറ്റ് വർക്കുകൾ നടക്കാനുണ്ട്. അതും കൂടി കഴിയണം. പിന്നെ രണ്ട് വശത്തും അതേപോലെ പ്രവൃത്തികൾ നടക്കാനുണ്ട്. കാണാം, മറുവശത്തെ മണ്ണിട്ട് ഉയർത്താൻ ഇനിയും നടക്കാനുണ്ട് വർക്കുകൾ. ഇനി ഏകദേശം ഒരു പാനലിലും കൂടി മണ്ണിട്ട് ഉയർത്തുന്ന ബാക്കിയുണ്ട് ഈ ഭാഗത്ത്. നല്ല സ്പീഡിലാണ് വർക്കുകൾ നടന്നത്. കാണാം, മണ്ണിട്ട് നല്ല ഏകദേശം ആയിക്കൊണ്ടിരുന്നുണ്ട് അവസാന ഘട്ടത്തിൽ. പിന്നെ ഈ ഭാഗത്ത് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. കാരണം ഒരു അശാസ്ത്രീയമായ രീതിയിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് അണ്ടർപാസ് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം കുമ്പള ബസ് സ്റ്റാൻഡിലേക്ക് കാസർഗോഡ് നിന്ന് വരുന്ന വാഹനങ്ങൾ അതേ സർവീസ് റോഡിൽ, അതായത് നേരത്തെ ഈ റൈറ്റ് ഭാഗത്തെ സർവീസ് റോഡിലാണ് ഈ ബസ് സ്റ്റാൻഡിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ അവിടെ ഈ വീതിയില്ലാത്ത സർവീസ് റോഡിൽ എങ്ങനെയാണ് രണ്ട് ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ജനങ്ങൾക്കുണ്ട്. അത് ആണ് ഇപ്പോൾ അശാസ്ത്രീയമായി നിർമ്മിച്ചതെന്നുള്ള ജനങ്ങളുടെ പരാതി ഇപ്പോഴും ഉയർന്നിട്ടുണ്ട്. ഞങ്ങൾ സമരത്തിലേക്കൊക്കെ നയിക്കുന്ന ഒരു കാരണമാണത്. അപ്പം നിലവിൽ കുമ്പള രണ്ടാമത്തെ പാലത്തിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 85% വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുമ്പള രണ്ടാമത്തെ പാലത്തിൻ്റെ. അപ്പോൾ നിലവിൽ അപ്രോച്ച് റോഡിൻ്റെ അപ്രോച്ച് സ്ലാബിൻ്റെ നിർമ്മാണം നടന്ന് അതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഈ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് ഏകദേശം നിങ്ങൾക്ക് കാണാം. രണ്ട് ഭാഗത്തും റീറ്റൻ വാൾ നിർമ്മാണം നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് നടക്കുകയാണ് ഇപ്പോൾ കാണാൻ സാധിക്കും. മറുവശത്തും ഈ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക്, മണ്ണ് ലെവൽ ചെയ്യുന്നതുമായ വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി വേഗത്തിലാണ് ഈ പാലത്തിൻ്റെ വർക്ക്. 9-10 മാസം കൊണ്ടാണ് ഈ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ തീർത്തത്. അതായത് 9 മാസം മുമ്പ് ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 9 മാസം മുമ്പുള്ള നാഷണൽ ഹൈവേ കാസർഗോഡ് NH66 കാസർഗോഡ് പ്ലേലിസ്റ്റിൽ 9 മാസം മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും കുമ്പള പാലത്തിൻ്റെ വർക്ക് എപ്പോൾ തുടങ്ങിയതെന്ന്. ഫയലിംഗ് പ്രവർത്തികൾ ആരംഭിച്ചത് 9-10 മാസം മുമ്പാണ്. ഇപ്പോൾ ആ 10 മാസം കൊണ്ടാണ് ഇത്ര വലിയ പാലം അവർ പണി തീർത്തത്. അപ്പം കുറച്ച് ഫിനിഷിംഗ് വർക്കാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്താലേ വീണ്ടും ഞാൻ അപ്ലോഡ് വീഡിയോ ചെയ്യുകയുള്ളൂ. കാരണം ഷെയർ ചെയ്താലേ ഫേസ്ബുക്കിൽ കാര്യമുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.